ഗോതമ്പ് ഇരിപ്പുണ്ടോ? എങ്കില് വളരെ എളുപ്പത്തില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അതേ സമയം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1½ കപ്പ് മുഴുവൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം. ഈ കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ് നമുക്ക് അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഒന്ന് വാലാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ അരിച്ച് വെച്ചിട്ടുള്ള വെള്ളം കളഞ്ഞു വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ ഫുള്ളായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ പൊട്ടുന്നൊരു സൗണ്ടൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഗോതമ്പ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി രണ്ടും കൂടി നമുക്ക് നല്ല തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഇനി അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീരെ ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി നമുക്ക് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ശർക്കരപ്പാനിയുടെ അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ മധുരം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. അപ്പോൾ കുറച്ച് വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് 1/2 കപ്പിനേലും കുറച്ചുകൂടി കൂടുതൽ ശർക്കര പാനിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു ലഡുവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ പിടിക്കാൻ പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ മധുരം കൂടാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി ഒന്ന് പിടിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കാവുന്നതാണ്. ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലഡുവും ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുഴുവൻ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലഡു അഥവാ ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്നാക്ക് ബോക്സിലൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്.